പ്രയർ സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ മാം. ആലന്തയാലുവായി ദാക്ഷണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കും ഏകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. പരമകാരുണ്യവാൻ കരുണാനിധിയേ വിധി പറയും ദിവസത്തിൽ ഏകാധിപനെ നിയതമാരാധിപ്പൂ ഞങ്ങളങ്ങയെ മാത്രം സതതം സഹായമാത്തിപ്പതും തിരുമുമ്പിൽ നയിക്കേണം ഞങ്ങളെ നേരായ മാർഗത്തിൽ നിന്നനുഗ്രഹപാത്രമായോർത്തൻ മാർഗത്തിൽ അങ്ങയായി കോപിക്കപ്പെട്ടവരുടെ വഴിയെല്ലാം സന്മാർഗഭ്രഷ്ടതൻ വഴിയുമെല്ലാം. ആലന്തയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കുമേകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. ഓക്കെ, തോട്ട് ഓഫ് ദി ഡേ. തോട്ട് ഓഫ് ദി ഡേ ആരുല്ലേ? ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കുന്നില്ലേ? കേൾക്കാണ്ട്. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനൊരു തോട്ട് ഫോർ ദ ഡേ. എവറി ഡേ is a new chance to do something good. Courage is not the absence of fear, but the strength to overcome it. You are strong than you think you are. A kind word can brighten someone's day. Thank you, ma'am. Okay. Sign in. Sign in ചെയ്യുന്ന ആരാണ്? ആരുല്ല? സൈൻ ഇൻ ചെയ്യാൻ ആരുല്ല? ഉണ്ടായിരുന്നില്ല മാം, അത് കേറിയിട്ടില്ലായിരിക്കും. ഞാൻ ചെയ്യാം. പാട്ടാണ് 90s കിഡ്സിനൊക്കെ പറ്റിയ ഒരു നൊസ്റ്റാൾജിക് പാട്ടാണ് പാടാൻ പോകുന്നത്. കുടജാദ്രിയിൽ കുട ചൂടുന്ന കുടമഞ്ഞു പോലെ ഈ പ്രണയം തഴുകുന്നു എന്നെ പുണരുന്നു രാഗസാന്ദ്രമാണീ പ്രണയം തഴുകുന്നു എന്നെ പുണരുന്നു രാഗസാന്ദ്രമാണീ പ്രണയം ഇലപച്ച പൂമഞ്ഞ തഴുകിത്തലോടുന്ന കാറ്റിൻ ഇലപച്ച പൂമഞ്ഞ തഴുകിത്തലോടുന്ന കാറ്റിൻ പ്രണയം പൂവിനും സുഖമാണി പ്രണയം സുഖമാണി പ്രണയം കുടജാദ്രിയിൽ കുടച്ചോടുന്ന കുടമഞ്ഞു പോലെ ഈ പ്രണയം തഴുകുന്നു എന്നെ പുണരുന്നു രാഗസാന്ദ്രമാണി പ്രണയം കുയിലുകൾ മൈനകൾ മധുരമായി പാട്ടിന്നു പ്രണയം കുയിലുകൾ മൈനകൾ മധുരമായി മോളം പാട്ടിന്നു ഈളം കുസൃതിയായി പുണരുമ്പോൾ പ്രകൃതിതൻ ചുണ്ടിലും പ്രണയം പുലരിതൻ കണ്ണിലും പ്രണയം
പുലരിതൻ കണ്ണിലാക്കണയും കുടജാദ്രിയിൽ കുട ചൂടുമാ കുടമഞ്ഞു പോലെ പ്രണയം തഴുകുന്നു എന്നെ പുണരുന്നു രാഗസാന്ദ്രമാടി പ്രണയം തഴുകുന്നു എന്നെ പുണരുന്നു രാഗസാന്ദ്രമാടി പ്രണയം. താങ്ക് യു മാം. ഓക്കെ, സുറുമി നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. പാട്ട് പാടാൻ ആഗ്രഹമുള്ളവരൊക്കെ പഠിക്കണം കേട്ടോ. നമ്മളുടെ ക്ലാസ് ആണ്, നമ്മളുടെ അവസരങ്ങളാണ്. നമ്മള് യൂണിറ്റ് സെക്കൻഡില് എവിടെ വരെ എടുത്തു? ഫാക്ടേഴ്സ് പറഞ്ഞിരുന്നില്ലേ? ആ ഒരു ടാബിലില്ലേ മാം, സ്റ്റാൻഡേർഡ് ഹൈറ്റ് ആൻഡ് വെയിറ്റ് ഓഫ് ഹെൽത്തി പീസ്ഫുൾ ചിൽഡ്രൻസ്. ഇനി പ്രിൻസിപ്പിൾസ് ഓഫ് മോട്ടോർ ഡെവലപ്മെന്റ് ഡെവലപ്മെന്റ് തുടങ്ങി എടുക്കണം അല്ലേ? ആ. ഒരു 5 കുട്ടികളുടെ ചാർട്ട് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാം, ഹൈറ്റ് ആൻഡ് വെയിറ്റ്. ആ, ചെയ്തോണ്ട് ആ ചെയ്തിട്ടുണ്ട്. വായിക്കാവോ? വീടിന്റെ അടുത്തുള്ള പിന്നെ എന്റെ റിലേറ്റീവിലുള്ള കുട്ടിയായിട്ട് 5 കുട്ടികൾ. ജഹാൻ 6 വയസ്സ്, 112 ഹൈറ്റ്, വെയിറ്റ് 17,500, 17,500. റിസാൻ 6 ഇയർ, 112 എന്ന ഹൈറ്റ്, 20 വെയിറ്റ്. ഐറ 5 years, 104.5, 13 weight. Hatib 4 വയസ്സ്, year 4, 100 centimeter, 16,500. Mazin 3 year, 95 height, 12 weight. ഇതിൽ ഒരു കുട്ടിയുടേത് ഏകദേശം കറക്റ്റ് ഹൈറ്റ് ആൻഡ് വെയിറ്റ് പോലെ തോന്നിയിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ 1, 2 കുട്ടികൾ, 2 കുട്ടികളത് ഏകദേശം കറക്റ്റ് ആണ്. 3 കുട്ടികളത് വെയിറ്റ് കുറവും ഹൈറ്റ് കറക്റ്റ് അങ്ങനെ ആയിട്ടാണുള്ളത്. വെയിറ്റ് കൂടുതൽ ആരെങ്കിലും തോന്നിയോ? ഇല്ല, വെയിറ്റ് കൂടുതലായിട്ട് ആരും തോന്നിയിട്ടില്ല. ഒരാളും കൂടി വായിച്ചേ. ഞാൻ വായിക്കട്ടെ മാം. ആ. നീല 4 years, 11 kg, പിന്നെ ഹൈറ്റ് 95 centimeter. ആത്തു 3 years, 12 kg, 85 centimeter height. സൈറ 5 years, 16 kilo, 95 centimeter. ദേവദത്ത് 6 years, 16 kilo, 105 centimeter. പിന്നെ വൈഭവ് 6 years, 21 kg, 109 centimeter height. അതില് അതായത് വൈഭവ് എന്ന് പറഞ്ഞാൽ 6 yearsന് മാത്രം ഇത്തിരി വെയിറ്റ്, അതായത് നമുക്ക് ഓൾറെഡി വേണ്ടത് 22 kilo ആണെങ്കിൽ 21 kg ഉണ്ട്. ഹൈറ്റ് 118 വേണം, പക്ഷെ നമുക്കിവിടെ 109 ഉണ്ടാകാം. അത് മാത്രമേ എനിക്കൊരു ഇതായിട്ട്. ഇത്തിരി വെയിറ്റ് കുറവായിട്ട് തോന്നിയത് 4 വയസ്സുള്ള കുട്ടിക്കാണ്. നില എന്ന് പറഞ്ഞ 4 വയസ്സ് കുട്ടിക്ക് ശരിക്കും 15 കിലോ നമുക്ക് വേണം, കുട്ടിക്ക് 11 കിലോ ഉള്ളൂ. ഹൈറ്റ് പിന്നെ വലിയ കുഴപ്പമില്ല, 104 നമുക്ക് വേണ്ടത്, കൊച്ചിന് 95 ഉണ്ട്. ഒരാളും കൂടി വായിച്ചിട്ട് നമുക്ക് ക്ലാസ് എടുക്കാം. വായിക്കട്ടെ മാം? സൂര്യ. ഓക്കെ മാം. മാം ഋതു 4 years, ഗേൾ ആണ്, 100.3 centimeter, വെയിറ്റ് 40.45 kilogram. നെക്സ്റ്റ് അമ്മു 3.5 വയസ്സ്, 97.3 centimeter, 40.3 kilogram. നെക്സ്റ്റ് സേറ ബിബിൻ 6 years, 115.5 centimeter, 16.300
kilogram. Next, Eric, 4 years, boy, height 97 centimeter, weight 30 kilogram. Next, Yadu, boy, age 3.9 months, height 100 centimeter, weight 60 kilogram. ഏറ്റവും ലാസ്റ്റ് വന്നിട്ട് കുട്ടിക്ക് കുറച്ച് ബുദ്ധിക്ക് കുറച്ച് പ്രശ്നമുള്ളത്. അപ്പം അങ്ങനെയുള്ളവർക്ക് വെയിറ്റ് കൂടാൻ സാധ്യതയുണ്ടോ മാം? ബുദ്ധിക്ക് മീൻസ് mentally retarded ആണോ? നമ്മൾ അല്ല, കുറച്ച് 3 years ഉള്ളെങ്കിലും കുറച്ച് വെയിറ്റ് അങ്ങനെ കൂടുതലായിട്ട് തോന്നിക്കുന്നുണ്ട്. 3 വയസ്സേ ഉള്ളു, പക്ഷെ അതിന് 16 കിലോഗ്രാം ഉണ്ട്. ഓക്കെ, അപ്പോ മരുന്നൊക്കെ എടുക്കുന്നുണ്ടായിരിക്കും വെയിറ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, മരുന്ന് കഴിക്കുന്നുണ്ടാവും കുഞ്ഞ്, പിന്നെ അതനുസരിച്ച് ഭക്ഷണം കൊടുക്കുന്നുണ്ടാവും, കഴിക്കുന്നുണ്ടാവും. ചില കുട്ടികള് അങ്ങനെ മെന്റലി വീക്കായ കുട്ടികൾ അത്യാവശ്യം ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തില്ല. നമ്മള് ചാരിറ്റിയിലൊക്കെ പോയി നമ്മളത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാ. അവർക്ക് വിശപ്പുണ്ട് നന്നായിട്ട്, നമ്മൾ കാണുന്ന പോലെയല്ല. നമ്മുടെ നോർമൽ കുട്ടികളെക്കാളും ഇരട്ടി വിശപ്പുണ്ട് അവർക്ക്. പിന്നെ ചിലപ്പോ അതിന്റെ പാരമ്പര്യമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും കേട്ടോ അങ്ങനെ ഒരു വണ്ണം തോന്നുന്നു. നിങ്ങൾക്ക് മനസ്സിലായി വെയിറ്റും ഹൈറ്റൊക്കെ വ്യത്യാസം വരുന്നുണ്ടെന്ന് കുട്ടികളുടെ ഓരോ ഏജ് അനുസരിച്ചിട്ട്. ഓക്കെ, പിന്നെ അതിനൊരു ക്ലാരിഫിക്കേഷൻ കുട്ടികളെ എല്ലാവരും ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് മോട്ടോർ ഡെവലപ്മെന്റ്. കുറച്ചൊന്നൊരു ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും മനസ്സിലാക്കാൻ. പെട്ടെന്ന് ക്ലിയർ ആവണമെന്നില്ല, എങ്കിലും ഞാൻ പറഞ്ഞുതരാം, എക്സാമ്പിളിലൂടെ നമുക്ക് പഠിക്കാം. ഇപ്പൊ പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ എത്ര പ്രിൻസിപ്പിൾസ് വരുന്നുണ്ട് നമുക്ക്? 6 പ്രിൻസിപ്പിൾസ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ, മാസ് ടു സ്പെസിഫിക് ട്രെൻഡ്, ലാർജ് ടു സ്മോൾ ട്രെൻഡ്, സെഫാലോകേഡൽ ട്രെൻഡ്, പ്രോക്സിമോ ഡിസ്റ്റൽ ട്രെൻഡ്, ബൈലാറ്ററൽ ടു യൂണിലാറ്ററൽ ട്രെൻഡ്, മാക്സിമം ടു മിനിമം ട്രെൻഡ്. ഓക്കെ, ആദ്യത്തെ പ്രിൻസിപ്പിൾ നോക്കാം. അതായത് മോട്ടോർ വികസനത്തിന്റെ തത്വങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് വൺ, മാസ് ടു സ്പെസിഫിക് ട്രെൻഡ്. എന്താണ് മാസ് ടു സ്പെസിഫിക് ട്രെൻഡ് എന്ന് പറയുന്നത്? The early stage, വായിക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. At the early stages, the child's motor activities identified by mass reaction, which little by little becomes adaptive and or specific in grows up. നമ്മള് ഒരു കുട്ടി ജനിച്ച് അറ്റ് ദ ഫസ്റ്റ് സ്റ്റേജില് അവരുടെ മോട്ടോർ ആക്ടിവിറ്റി എങ്ങനെയാണ്, മോട്ടോർ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? തുടക്കം മുതലുള്ള ഒരു കുട്ടികളുടെ മോട്ടോർ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? അതായത് നമ്മുടെ മസിൽസിന്റെ ഡെവലപ്മെന്റ്സ് ആണ് ഇവിടെ പറയുന്നത്. ഒരു കുഞ്ഞ് ജനിച്ച് ആദ്യത്തെ ഘട്ടങ്ങളിൽ തന്നെ എന്താണ് കുഞ്ഞിന്റെ മസിൽസ് മൂവ്മെന്റ്സ് നടക്കോ? സ്ലോ ആയിരിക്കും അല്ലെ? അതായത് മസിൽസ് സ്ട്രെങ്തേൺ ചെയ്തു വരുന്നുള്ളൂ. അതായത് മാസിൽ നിന്നും ഒരു സ്പെസിഫിക് ആയിട്ട്, അതായത് നമ്മള് എന്താണ് ചെറിയതിൽ നിന്ന് വലുതിലേക്ക് പോവാണ് അല്ലെ? അതായത് ഒരു പെർട്ടിക്കുലർ ഇതിൽ നിന്നും നമ്മൾ എന്താണ് അതായത് ആദ്യത്തെ മസിൽ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് വളരെ ചെറിയ മൂവ്മെന്റ്സുകൾ മാത്രം, ചെറിയ റിയാക്ഷൻസ് മാത്രം. അതായത് ലിറ്റിൽ ബൈ ലിറ്റിൽ ഇവിടെ സൂചിപ്പിക്കുന്നത് എന്താണ്? കുട്ടികൾ ആദ്യം എങ്ങനെയാണ് അവരുടെ മൂവ്മെന്റ്സ് കാണിക്കുന്നത്? ആദ്യം ഏത് മൂവ്മെന്റ്സ് ആണ് കുട്ടികൾ മസിൽ കൊണ്ട് കാണിക്കുന്നത്? മസിലിന്റെ പ്രവർത്തനങ്ങളെ നമുക്ക് പെട്ടെന്ന് റിയാക്ട് ചെയ്ത് കാണാൻ പറ്റുന്നത് ഏതാണ്? കൈകാലുകൾ അല്ലെ? കൈകാലുകളാണ് അല്ലെ? അത് കുഞ്ഞു തലയിട്ട് ഇങ്ങനെ കാണിക്കുമോ? ഇല്ല, പെട്ടെന്ന് തലയ്ക്ക് ഒരു മൂവ്മെന്റ്സ് വരില്ല അല്ലെ? ബേസിലൊക്കെ ഉള്ള ഒരു മൂവ്മെന്റ്സ് വരുന്നില്ല. മിക്കതും കൈ കൊണ്ട് കുഞ്ഞുങ്ങൾ കാണിക്കും, കാല്. ഇത്രയും മൂവ്മെന്റ്സ് മാത്രം പതിയെ. അത് എത്ര ദിവസങ്ങൾ എടുത്തിട്ടായിരിക്കും? എപ്പോഴായിരിക്കും അത്? ഒരു 5 to 10 ഡേയ്സ് 5 to 10 days ആയി തുടങ്ങുമ്പോഴേക്കും കുഞ്ഞുങ്ങൾ അത് തുടങ്ങും അല്ലെ? ഓക്കെ, യെസ്. പിന്നെ എവിടെയൊക്കെ മൂവ്മെന്റ്സ് വരും കുട്ടികൾക്ക്? നിങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് മുതൽ നന്നായിട്ട് മൂവ്മെന്റ് വരുന്നത് വരുമെന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു കൈകാലുകൾ വന്നു, പിന്നെ എന്തൊക്കെ തരത്തില് മൂവ്മെന്റ്സ് ഉണ്ടാവും? കേൾക്കുന്നില്ല കേട്ടോ, നിങ്ങൾ ആരും പറയുന്നത് കേൾക്കുന്നില്ല. നിഷ എന്താ പറയുന്നേ? നിഷ നോക്കും. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു കൈ മൂവ്മെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. കൈ മൂവ്മെന്റ്സ് എന്ന് പറയുമ്പോൾ കുട്ടി ഹാൻഡ് മൂവ് ചെയ്യുമ്പോൾ എന്താണ് കുട്ടിയുടെ ബ്രിസ്റ്റിന്റെ ഭാഗങ്ങള്,
അല്ലെങ്കിൽ എന്താണ് ഫിംഗേഴ്സ് ചെറിയ രീതിയിൽ മാത്രമല്ല കുഞ്ഞ് മൂവ് ചെയ്യുന്നത്. ഫസ്റ്റ് തുടക്കം വളരെ ചെറിയ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഓക്കെ, മൈന്യൂട്ട് ആയിട്ടുള്ള രീതിയിലുള്ള മൂവ്മെന്റ്സ്, ജസ്റ്റ് വളരെ സ്ലോ ആയിട്ടായിരിക്കും കുഞ്ഞ് മൂവ് ചെയ്യുന്നത്. പിന്നീട് അങ്ങോട്ട് ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഷോൾഡറിൽ മൂവ്മെന്റ്സ് വരുന്നു അല്ലെ. ഷോൾഡറിൽ മൂവ്മെന്റ്സ് വരുന്നുണ്ട്. പിന്നെ എന്താണ് ബോഡി മൂവ്മെന്റ്സ് വരുന്നുണ്ട്. കൈകാലുകളിൽ നമ്മള് ഫിംഗേഴ്സ്, അതായത് കുഞ്ഞിന്റെ കാലുകളിലുള്ള ഫിംഗേഴ്സിൽ കാൽവിരലുകളിലെ മൂവ്മെന്റ്സ് എടുക്കും. കാൽവിരലുകൾ ചെറിയ രീതിയിൽ ചലിക്കാൻ തുടങ്ങും. ഓക്കെ, അങ്ങനെ പതിയെ നിന്നാണ് അവര് ഏറ്റവും വലിയ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മാറ്റത്തിലേക്ക് കുഞ്ഞിന്റെ മൂവ്മെന്റ്സ്, അതായത് മസിൽ മൂവ്മെന്റ്സ് ചെറുതിൽ നിന്ന് തുടങ്ങി വലിയ മാറ്റങ്ങൾ, അതായത് വലുതായിട്ട് ആദ്യം ചെറിയ രീതിയിൽ ആക്ഷൻസ്, പിന്നീട് എന്താണ് മസിൽസ് മൂവ്മെന്റ്സിന്റെ ആക്ഷൻസ് എങ്ങനെയാണ് കുറച്ച് ബിഗ്ഗർ ആയിട്ടുള്ള രീതിയിലേക്ക് മാറുന്നത്. ഓക്കെ, അപ്പോ അത് പെട്ടെന്നാണോ മാറുന്നത്? പെട്ടെന്നാണോ ഈ മൂവ്മെന്റ്സിലേക്ക് കുട്ടി മാറുന്നത്? ഒരു ദിവസം ഷോൾഡർ അനക്കോ കുഞ്ഞ്? ഇല്ല, സമയമെടുക്കും അല്ലെ. ദിവസങ്ങൾ എടുത്ത് മന്ത്സൊക്കെ എടുത്തിട്ട് അരികൾ അവരുടെ മൂവ്മെന്റ്സിൽ വ്യത്യാസം വരുന്നത്. അപ്പൊ അതാണ് നമ്മുടെ ആദ്യത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, മാസ് ടു സ്പെസിഫിക് ട്രെൻഡ് എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ മസിൽ മൂവ്മെന്റ്സ് നിങ്ങളൊന്ന് ബ്രാക്കറ്റിൽ ഒന്ന് എഴുതി വെച്ചോ കേട്ടോ, പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് കേട്ടോ. മോട്ടോർ ആക്ടിവിറ്റിയിൽ ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത് കുഞ്ഞിന്റെ മസിൽ മൂവ്മെന്റ്സിനെ കുറിച്ചിട്ടാണ് ഈ പ്രിൻസിപ്പിൾ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ചെറിയ മൂവ്മെന്റ്സിൽ നിന്ന് കുഞ്ഞെന്താണ് പതിയെ ഗ്രോത്ത് ചെയ്യണം. പതിയാണ് ആക്ഷൻസ് കാണിച്ച് അല്ലെങ്കിൽ മൂവ്മെന്റ്സ് വന്ന് എന്താണ് കുഞ്ഞ് ഡെവലപ്പ് ആവുന്നത്. ഓക്കെ, അല്ലെങ്കിൽ കുഞ്ഞ് വളരുന്നു. ഓക്കെ, മനസ്സിലായോ? എല്ലാവർക്കും ക്ലിയർ ആണോ? എന്താതിരിക്കുമ്പോൾ എനിക്ക് പേടിയാണ്, നിങ്ങൾക്ക് മനസ്സിലാവാഞ്ഞിട്ടാണോ എന്താണെന്നുള്ളത് അറിയില്ല. എന്തോ കുട്ടിയുടെ ചെറിയ അനക്കത്തിന് വലിയ അനക്കത്തിലേക്ക് കുട്ടിക്ക് എല്ലാം അനങ്ങാൻ തുടങ്ങും. നിങ്ങൾ നിങ്ങളുടെ കുട്ടീനെ കമ്പയർ ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും വ്യക്തമായിട്ട്. ദെൻ അടുത്തൊരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ഒന്നുകൂടി ഞാൻ ബ്രീഫ് ചെയ്ത് പറഞ്ഞുതരാം കേട്ടോ. ലാർജ് ടു സ്മോൾ ട്രെൻഡ്. അടുത്ത ട്രെൻഡ് എന്ന് പറയുന്നത് എന്താണ്? ലാർജ് ടു സ്മോൾ ട്രെൻഡ്. In motor activities, control and coordination of large fundamental muscles come before that of the smaller muscles. In motor activities, control and coordination of large fundamental muscles come before that of the smaller muscles. കുട്ടിയുടെ ഇപ്പൊ ലാർജ് ടു സ്മോൾ ട്രെൻഡ് എന്ന് പറയുമ്പോ കുട്ടിയുടെ ഏതൊക്കെ പ്രവർത്തനങ്ങളാണ് ആദ്യം നടക്കുന്നത്? ഏത് മസിൽസ് ആണ് ആദ്യം ഡെവലപ്പ് ചെയ്യുന്നത്? ഏത് മസിൽസ് ആണ്? കൈയും കാലും അല്ലേ? കൈകാലുകളാണ്. ഓക്കെ, അതായത് ജനറൽ ടു പർട്ടിക്കുലർ എന്ന രീതിയിൽ അല്ലെങ്കിൽ ജനറൽ ടു സ്പെസിഫിക് എന്ന രീതിയിൽ ആദ്യം ജനറൽ ആയിട്ട് വികസിക്കുന്ന മസിൽസുകൾ ഡെവലപ്പ് ചെയ്യും. ജനറൽ ആയിട്ടുള്ള മസിൽസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? വലിയ മസിലുകളാണോ ചെറിയ മസിലുകളാണോ? ആദ്യം ഡെവലപ്പ് ചെയ്യുന്നത് വലിയ മസിൽസ് ആണ്. പക്ഷെ വലിയ മസിൽസിന്റെ പ്രവർത്തനമാണോ കുഞ്ഞ് ആദ്യം ചെയ്യുന്നത്? ആണോ? എന്താണ് മനസ്സിലാക്കേണ്ടത്? അതായത് വലിയ മസിലുകൾ ഇൻവോൾവ് ചെയ്യുന്ന പ്രവർത്തനങ്ങള് ചെറിയ മസിലുകൾ ഇൻവോൾവ് ചെയ്യുന്ന പ്രവർത്തനേക്കാൾ മുൻപ് നടക്കുന്നു. അതായത് ആദ്യം വലിയ മസിലുകൾ ഡെവലപ്പ് ചെയ്തു, പക്ഷെ അതിന്റെ മൂവ്മെന്റ്സ് ഇപ്പൊ കൈയും കാലിട്ട് കുഞ്ഞ് ആദ്യം എഴുന്നേറ്റ് ഓടയല്ല ചെയ്യുന്നത് അല്ലേ? പക്ഷെ ഏത് മസിൽസിന്റെ പ്രവർത്തനമാണ് ആദ്യം നടക്കുന്നത് അവിടെ? ചെറിയ മസിലുകൾ ഇൻവോൾവ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അതായത് ഫിംഗേഴ്സ് മൂവ്മെന്റ്സ്, റിസ്റ്റ് മൂവ്മെന്റ്സ്, ചെറിയ ഹാൻഡ് മൂവ്മെന്റ്സ് മാത്രമാണ് നടക്കുന്നത്. അപ്പോ ഏത് മസിൽസുകളാണ് ആദ്യം പ്രവർത്തിക്കുന്നത്? വലിയ മസിൽസുകൾ ആദ്യം ഡെവലപ്പ് ചെയ്യുന്നു, പക്ഷെ ഏതിന്റെ പ്രവർത്തനമാണ് ആദ്യം നടക്കുന്നത്? ചെറിയ മസിലുകളാണ്. ഓക്കെ, യെസ്, മനസ്സിലായോ? അത് മനസ്സിലായി. ഒന്ന് എഴുതി വെക്കണമെങ്കിൽ അങ്ങനെ എഴുതി വെച്ചോട്ടെ. നിങ്ങൾക്ക് മലയാളത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ എഴുതി പോയാൽ മതി. ഓക്കെ മാം, അത് പറയുന്നത് ലാർജ് മസിൽസ് ആദ്യം വളരുന്നുണ്ടെങ്കിലും സ്മോൾ മസിൽസിന്റെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ആദ്യമായി നടക്കുന്നത്. ഓക്കെ, യെസ്. പിന്നെ ഇതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ് നമ്മൾ അടുത്ത രണ്ടും പഠിക്കാൻ പോകുന്നത്. നമ്മുടെ എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഇത് തന്നെയാണ്.
സെഫാലോകേഡൽ ആൻഡ് പ്രോക്സിമോഡിസ്റ്റൽ. എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങളിത്? സെഫാലോകേഡൽ കേട്ടിട്ടില്ല. റസ്മിന കേട്ടിട്ടുണ്ടോ? ഇല്ല മാം. ഇല്ല. യെസ്. പക്ഷെ പേര് കാണുന്നത് പോലെയല്ല, സിമ്പിൾ ആണ്. Cephalocadal. Motor control and coordination develop first in the head region and then proceed down to the foot in the direction of the longitudinal axis. അതൊന്നും കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട, ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. സെഫാലോകേഡൽ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഹെഡ് ടു ഫൂട്ട് എന്ന കോൺസെപ്റ്റ് ആണ്. ഹെഡ് ടു ഫൂട്ട് എന്ന് പറഞ്ഞ എന്താണ്? തല മുതല് പാദം വരെ പ്രോസസ്. അപ്പൊ നമ്മുടെ കുട്ടിയുടെ ആദ്യം എന്താണ് ഡെവലപ്പ് ചെയ്യുന്നത്? കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏത് ഭാഗമാണ് ആദ്യം ഡെവലപ്പ് ചെയ്യുന്നത്? മീനിങ് എന്തോ മാം? സെഫാലോകേഡൽ ട്രെൻഡ്. അപ്പൊ അങ്ങനെ തന്നെയാ പറയുന്നത് കേട്ടോ. സൈക്കോളജിക്കലി നെയിം ആണത് സെഫാലോകേഡൽ എന്ന്, അങ്ങനെ തന്നെ പറയുന്നത്. ഓക്കെ, സെഫാലോകേഡൽ പ്രവണത. ഓക്കെ, അതിന്റെ പേര് അത് തന്നെയാണ്. പ്രോക്സിമോഡിസ്റ്റൽ എന്നുള്ളതും അത് തന്നെയാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ തന്നെ പഠിക്കണം. അതിന് മലയാളം വാക്കാരും പഠിച്ചു വെക്കരുത് കേട്ടോ. അതിന് മലയാള വാക്കുകൾ വേറെ ചിലപ്പോൾ കിട്ടും നിങ്ങൾക്ക്. മലയാള വാക്കല്ല, സെഫാലോകേഡൽ തന്നെയാണ് നമ്മൾ സൈക്കോളജിക്കലി പഠിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ കുട്ടിയുടെ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത് തലയിലാണ്, അല്ലെ? ഹെഡിലാണ് ആദ്യത്തെ വികസനം സംഭവിക്കുന്നത്. ഇപ്പോൾ നമ്മള് നമ്മുടെ CT സ്കാനിൽ അല്ലെങ്കിൽ നമ്മൾ സ്കാൻ ചെയ്യുന്ന സമയം, നമ്മുടെ ഗൈനസ് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുന്ന സമയത്ത് ആ പിക്ചേഴ്സ് എടുത്ത് നോക്കിയാൽ നിങ്ങള് ആ പിക്ചേഴ്സിന്റെ കാര്യങ്ങൾ ഇപ്പോൾ ഓർക്കുന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും. കുഞ്ഞിനെ നമുക്ക് ഏറ്റവും ആദ്യം കണ്ടുവരുന്ന ഒരു അവയവം ഏതാണ്? പെട്ടെന്ന് കാണാൻ പറ്റുന്നത്. ഇപ്പോ വീക്ക് ബൈ വീക്ക് തുടങ്ങി നമ്മൾ 9 months വരെ നോക്കുന്ന സമയത്ത് ആദ്യത്തെ വീക്ക് തുടങ്ങി നമുക്ക് കാണുന്നത് എന്താണ്? തലയാണ് കാണുക, ബാക്കി ഭാഗങ്ങൾ ചെറുതായിട്ട്. ബാക്കി ഭാഗങ്ങൾ ചെറുതായിരിക്കും. തലയാണ് ആദ്യം വികസിച്ചു വരുന്നത്, അല്ലെ? അപ്പൊ ഫസ്റ്റ് തലയിലാണ് കുട്ടിക്ക് എന്ത് സംഭവിക്കുന്നത്? വികാസം സംഭവിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ അവിടെ എഴുതി വെക്കാം ഹെഡ് ടു ഫൂട്ട് എന്നുള്ളത്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേ. ഹെഡ് ടു ഫൂട്ട്, തല മുതൽ കാല് വരെ. അതായത് ഒരു കുട്ടിയിലെ ഫസ്റ്റ് ടൈപ്പ് ഓഫ് വികാസമാണ് എന്ത്? ആദ്യത്തെ ഡെവലപ്മെന്റ് ആണ് എന്ത്? സെഫാലോകേഡൽ ട്രെൻഡ് എന്ന് പറയുന്നത്. അതായത് തല മുതല് കാല് വരെയുള്ള കുട്ടിയുടെ വികസനം. ഇനി ഇപ്പൊ കുട്ടിയുടെ തല വികസിച്ചു. ഇനി അടുത്ത ഡെവലപ്മെന്റ്സ് എന്തായിരിക്കുള്ളൂ? തല വികസിച്ചതിന് ശേഷം പിന്നീട് എങ്ങോട്ടാണ് ഡെവലപ്മെന്റ്സ് നടക്കുന്നത്? താഴേക്കാണ്, അല്ലെ? താഴേക്ക് കുഞ്ഞ് വികസിച്ചു വരെയാണ്. അതായത് പിന്നീട് കാലിലോട്ട് അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളിലേക്ക് എന്താണ് കുട്ടികളുടെ വികാസം സംഭവിക്കുന്നു. പിന്നെന്താണ്? അതായത് നമ്മുടെ കുട്ടികൾ കാലുറച്ച് നിൽക്കാനായിട്ട് കുട്ടിക്ക് കഴിയുന്നത്, ആ സമയത്ത് ചാടാനോടാനൊക്കെ കഴിയുന്നത്, ആ സിറ്റുവേഷൻസിലൊക്കെ. അതായത് ബാക്കി വികസനങ്ങൾ നടക്കുന്നത്. അതായത് കാലിൽ ആദ്യം വികസനം ഉണ്ടായി, പിന്നീട് അങ്ങോട്ടങ്ങൾ എന്താണ് പതിയെ കുഞ്ഞെന്താണ് ഡെവലപ്പ് ചെയ്ത് വരാൻ തുടങ്ങി. പിന്നെ അതിനെയാണ് അതായത് തല മുതൽ ഫൂട്ട് വരെയുള്ള ഭാഗങ്ങൾ മാത്രമാണ് എന്ത്? ഹെഡ് ടു ഫൂട്ട് അഥവാ സെഫാലോകേഡൽ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, ഒരു കുട്ടിയുടെ വികാസം സംഭവിക്കുന്നത് ആദ്യം തലയിലാണ്, ആദ്യത്തെ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത്. അപ്പോ അതിനുശേഷമാണ് തലയിൽ നിന്നാണ് കുട്ടിയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് എന്ത് സംഭവിക്കുന്നത്? ഡെവലപ്മെന്റ്സ് സംഭവിക്കുന്നത്. അതിനെയാണ് നമ്മൾ ഈ പറയുന്ന ഒരു കോൺസെപ്റ്റ്, സൈക്കോളജിക്കൽ കോൺസെപ്റ്റ് ആണ് എന്ത്? ഹെഡ് ടു ഫൂട്ട് എന്നൊരു പ്രോസസ്സ്. ഒരു കുട്ടിയുടെ ആദ്യ വികസനം തലയിൽ നിന്ന് മുതൽ മറ്റു ഓർഗൻസിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. മറ്റു കാല് മുതൽ കുഞ്ഞിലെ ആ ഡെവലപ്മെന്റ്സ് സംഭവിക്കുന്നു. ഇതാണ് സെഫാലോകേഡൽ എന്ന് പറയുന്നത്. ഓക്കെ, മോട്ടോർ കോർഡിനേഷൻ ഹെഡ് ടു ഫൂട്ട് ആണ് അവിടെ സംഭവിക്കുന്നത്. അത്രയും ഓക്കെ ആണോ നിങ്ങൾക്ക്? എന്നാലും അടുത്ത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ഓക്കെ, പിക്ചർ ഞാൻ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലെ? അടുത്തത് പിക്ചർ വേണ്ട, മൊത്തം മോശമാണ്. പിക്ചർ വേണ്ട, കാണിക്കുന്നില്ല. നെക്സ്റ്റ് പ്രോക്സിമോഡിസ്റ്റൽ ട്രെൻഡ്. പ്രോക്സിമോഡിസ്റ്റൽ ട്രെൻഡ് എന്താണ്? മോട്ടോർ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ബിഗിൻസ് ഫ്രം ദ സെന്റർ ലൈൻ ഓഫ് ദ ബോഡി ആക്സിസ് ടു ഔട്ടർ പാർട്സ് മോർ ഫാർ അവേ ഫ്രം ഇറ്റ്. പ്രോക്സിമോഡിസ്റ്റൽ ട്രെൻഡ് ഇത് എവിടെ മുതലായിരിക്കും വികസനം സംഭവിക്കുന്നത്? ഇത് നമ്മുടെ ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡ് ടൈപ്പ് ഡെവലപ്മെന്റ് ആണ്. നമ്മുടെ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഡെവലപ്മെന്റ് ഏതാണ് നമ്മൾ പഠിച്ചത്? സെഫാലോകേഡൽ. ഓക്കെ, ഇപ്പൊ തന്നെ പഠിച്ചു പോകണം കേട്ടോ. ഒരു കുട്ടിയുടെ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഡെവലപ്മെന്റ് ആയിരുന്നു എന്ത്? സെഫാലോകേഡൽ. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് വികസനമാണ് എന്ത്? പ്രോക്സിമോഡിസ്റ്റൽ ട്രെൻഡ്.
എന്താണ് ഇത്? ഇതൊരു സെക്കൻഡ് ടൈപ്പ് വികസനമാണ്. ഇതിലെന്താണ്? അതായത് സ്പൈനൽ കോഡ് വികസിച്ചത്. അതായത് കുട്ടിയുടെ ഈ താഴത്തെ പോർഷൻ മുതൽ അങ്ങോട്ടുള്ള ഒരു വികസനത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അതായത് കുട്ടിയുടെ സ്പൈനൽ കോഡ് വികസിച്ച് കൈകാലുകളിലേക്കും മറ്റു പാർട്ടുകളിലേക്കും വികാസം സംഭവിക്കുന്നത്. അല്ലെങ്കിൽ എന്താണ്? ഫിംഗേഴ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്, ഫിംഗേഴ്സിന്റെ മൂവ്മെന്റ്സിലൊക്കെ കൂടുന്നത്. പിന്നെന്താണ്? അതായത് ഇത് ശരിക്കും നമ്മൾ ഈ പ്രവർത്തനം എന്ന് പറയുന്നത് ഡെവലപ്പ് പ്രൊസീഡ് ഫ്രം ജനറൽ ആണ്, അല്ലെങ്കിൽ ജനറൽ ടു സ്പെസിഫിക്, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് ഈ വികസനം സംഭവിക്കുന്നത്. അതായത് സാമാന്യമായതിൽ നിന്നും പ്രത്യാശമായതിലേക്ക് അല്ലെങ്കിൽ പ്രത്യേകമായതിലേക്കാണ് ഇതിന്റെ വികാസനം സംഭവിക്കുന്നത്. അതായത് ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ആദ്യം പൊതുവായിട്ട് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുക അല്ലെ. ജനറൽ ആയിട്ടുള്ള വികസനങ്ങൾ ആദ്യം സംഭവിച്ചു, അത് കഴിഞ്ഞിട്ടാണ് എന്ത് സ്പെസിഫിക് ആയിട്ടുള്ള, അത് പ്രത്യേകമായിട്ടുള്ള എന്തിലേക്കെങ്കിലും വികാസം സംഭവിക്കുന്നത് അല്ലെ. നമ്മളുടെ ഇപ്പൊ ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഓർഗൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്തു, പക്ഷെ അതിൽ സ്പെസിഫിക് ആയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ചില അവയവങ്ങൾ പ്രത്യേകമായി വികസിക്കേണ്ടതുണ്ട് അല്ലെ. അത് പിന്നീടാണ് അതിന്റെ വികസനം സംഭവിക്കുന്നത്. ആദ്യം ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായി, പിന്നീടാണ് എന്തിലേക്ക് പോകുന്നത്? സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കുട്ടിയിലെ വികാസം ഉണ്ടാവുന്നത്. ഓക്കെ, നോക്കൂ, നമ്മൾ ആദ്യം കുഞ്ഞ് കൈ അനക്കുന്നു, കൈ അനക്കി, അതിനുശേഷമാണ് എന്ത് പ്രവർത്തനം നടക്കുന്നത്? കൈക്കും പിന്നെന്താണ്? കൈ കുഞ്ഞനക്കിയ ദിവസം തന്നെ കളിപ്പാട്ട് എടുത്ത് കളിക്കോ കുഞ്ഞ്? ഫസ്റ്റ് ദിവസം കൈ മൂവ്മെന്റ് ഉണ്ടായിരുന്നു? ഇല്ല. എപ്പോഴാണ് ഇംപ്രൂവ്മെന്റ് ആയി വരും. അതായത് ഓരോ സ്റ്റേജസ് കഴിയുന്നതിനനുസരിച്ച് കുട്ടി എന്ത് ചെയ്യും? ആദ്യം കൈ അനക്കി, പിന്നെ ആ കൈ കൊണ്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ പോകും അല്ലെ. അത് കൈയുടെ മൂവ്മെന്റ്സ് ഉണ്ടായിരുന്നു, ഓക്കെ, സമ്മതിച്ചു. നെക്സ്റ്റ് കൈയുടെ മൂവ്മെന്റ്സ് മാത്രമാണ് വേണ്ടത്. കൈ കൊണ്ട് കുട്ടി ആക്ടിവിറ്റി ചെയ്യണമെങ്കിൽ എന്താണ്? ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് കുഞ്ഞ് കടക്കേണ്ടതുണ്ട്. അപ്പൊ ആദ്യം കൈ അനക്കുന്നു, പിന്നീടാണ് കൈ കൊണ്ട് കുഞ്ഞു ആക്ടിവിറ്റി ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാണ് കേട്ടോ. അപ്പൊ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഈ സെഫാലോകേഡൽ ട്രെൻഡും പ്രോക്സിമോ ഡിസ്റ്റൽ ട്രെൻഡ് എന്ന് പറഞ്ഞ രണ്ട് ട്രെൻഡും നമ്മുടെ വയറിന്റെ ഉള്ളിൽ നിന്ന് നടക്കുന്ന ഡെവലപ്മെന്റ് ആണോ, അല്ലെ പുറത്തു വന്നാലുള്ള ഡെവലപ്മെന്റ് ആണോ? നമ്മുടെ അകത്ത് നടക്കുന്ന ഡെവലപ്മെന്റ്സ് ആണ് കേട്ടോ. ഓക്കെ, ആദ്യം സെഫാലോകേഡൽ ട്രെൻഡ് നടന്നതിന് ശേഷമാണ് പ്രോക്സിമോ ഡിസ്റ്റൽ ട്രെൻഡ് നടക്കുന്നത്. അതെ അതെ. അതായത് ഈ രണ്ട് ട്രെൻഡ്സ് അതെ, അപ്പോ ഈ സംസാര ശേഷി ഉണ്ടല്ലോ, ഈ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കലൊക്കെ ഇതിൽ തന്നെ ഉൾപ്പെടും. നമ്മൾ പഠിക്കുന്നത് ഏത് ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കുന്നത്? എന്ത് ഡെവലപ്മെന്റ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്? മോട്ടോർ പ്രവർത്തനങ്ങൾ മാത്രമാണ് അല്ലെ. മോട്ടോർ കോർഡിനേഷൻസ് ആണ്, കുട്ടിയുടെ മസിൽ മൂവ്മെന്റ്സുകൾ മാത്രമുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. അവിടെ ശബ്ദം വരുന്നില്ല. ശബ്ദത്തിന് കുട്ടിയുടെ വികസനം നടക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്ന എന്തിനെ കുറിച്ചിട്ടാണ്? കുട്ടികൾ നടക്കുന്ന മസിൽസ് മൂവ്മെന്റ്സ് അല്ലെങ്കിൽ മോട്ടോർ ഡെവലപ്മെന്റ്സിനെ കുറിച്ച് മാത്രമാണ് ഈ ചാപ്റ്റേഴ്സിൽ വരുന്നത്. ഓക്കെ, ബാക്കി എല്ലാ പ്രവർത്തനം കുട്ടികൾ നടക്കുന്നത്, ഹാർട്ട് വികസിക്കുന്നുണ്ട്, ലങ്സ് വികസിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോർഡിനേറ്റ് ചെയ്ത് നടക്കുന്ന പ്രവർത്തനങ്ങളാണ് എന്ത്? ഈ മോട്ടോർ ആക്ടിവിറ്റീസ്, കുഞ്ഞിന്റെ ആക്ഷൻസ്, കംപ്ലീറ്റ് റിയാക്ഷൻസ് ആണ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എന്താണ്? മസിൽസ് മൂവ്മെന്റ്സുകൾ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ആ ഒരു അർത്ഥത്തിലാണ് നമ്മൾ ഈ രണ്ട് പ്രോസസ്സുകളും പറയുന്നത്. അപ്പൊ സെഫാലോകേഡലിലെ കുട്ടിയുടെ ഏത് ഭാഗമാണ് ആദ്യം വികസിച്ച് ഡെവലപ്പ് ചെയ്യുന്നത്? ഹെഡ് ടു ഫുട്ട് എന്ന ഭാഗത്തുള്ള കോർഡിനേഷൻസ് ആണ് നടക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? ഹെഡ് ടു ഫുട്ട് എന്ന ഭാഗത്തുള്ള കോർഡിനേഷൻസ് ആണ് സെഫാലോകേഡൽ ട്രെൻഡിൽ നടക്കുന്നത്. പ്രോക്സിമോ ഡിസ്റ്റലിൽ എന്താണ് നടക്കുന്നത്? സെന്റർ ലൈൻ ഓഫ് ദ ബോഡി, കുട്ടിയുടെ സെൻട്രൽ ലൈൻ ഓഫ് ദ ബോഡി, അതായത് സെൻട്രൽ ലൈൻ എന്ന് പറഞ്ഞാൽ എവിടെ തുടങ്ങി എവിടം വരെയാണ്? സ്പൈനൽ കോഡ് തുടങ്ങി ബാക്കിയുള്ള ഭാഗങ്ങളിലുള്ള ഡെവലപ്മെന്റ്സുകൾ. മറ്റേതില് ഹെഡ് ടു ഫുട്ട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷെ എങ്കിലും എന്താണ് ഏറ്റവും കൂടുതൽ സ്പെസിഫിക് ആയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള, ഇപ്പൊ നമ്മുടെ സ്പൈനൽ കോഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് അല്ലെ. അപ്പൊ ഹെഡ് ടു ഫുട്ടിനൊപ്പം സ്പൈനൽ കോഡ്സിന്റെ ഡെവലപ്പ് വിഭാഗങ്ങൾ അല്ലെങ്കിൽ ഓർഗൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ടെങ്കിലും അതിന്റെ പ്രവർത്തനങ്ങൾ ആക്റ്റീവ് ആവുന്നത് എപ്പോഴാണ്? ഈ പ്രോക്സിമോ ഡിസ്റ്റൽ ട്രെൻഡ് ആക്റ്റീവ് ആവുന്ന സമയത്താണ്. അല്ലെങ്കിൽ കുട്ടിയുടെ സെൻട്രൽ ലൈനിലുള്ള ആക്ടിവിറ്റീസ് ഇമ്പോർട്ടൻസ് കൊടുത്ത്, അതായത് ഒരു സ്റ്റേജിലാണ് കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ ഒരു മാസം കുഞ്ഞ് ജനിച്ചു, ഇപ്പൊ 90 ദിവസത്തിൽ നടക്കുന്ന കുറെ മാറ്റങ്ങളുണ്ട് അല്ലെ. കുട്ടിയുടെ ശരീരത്തിൽ 90 ദിവസത്തിൽ നടക്കുന്ന മാറ്റങ്ങളുണ്ട്. പിന്നീട് എന്താണ്? 90 ദിവസം മാത്രമാണോ മാറ്റം ഉണ്ടാവുന്നത്? 90 ദിവസം കഴിഞ്ഞ പിന്നെ കുഞ്ഞിന് മാറ്റം ഉണ്ടാവില്ലേ? ഉണ്ടാകും. അങ്ങനെ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് എന്താണ് കുട്ടിയുടെ ഓരോ
അതാണ് നമ്മൾ പറഞ്ഞ ജനറലിൽ നിന്നും സ്പെസിഫിക്, പൊതുവായതിൽ നിന്നും പ്രത്യേകമായിട്ടുള്ള കോർഡിനേഷൻസിലേക്ക് ഒരു കുട്ടി പ്രവർത്തിക്കുകയാണ്. ടീച്ചർ ആദ്യമേ പറഞ്ഞല്ലേ കുറച്ച് ഡിഫിക്കൽട്ട് ആണത് പെട്ടെന്ന് മനസ്സിലാക്കാൻ, പറഞ്ഞില്ലേ? യെസ്, കൺഫ്യൂഷൻ വരുന്നുണ്ട്. കൺഫ്യൂഷൻ ആകും. വേറെ ഒന്നും പഠിക്കണ്ട, എന്താണ് സെഫാലോകേഡൽ എന്ന് മാത്രം പഠിച്ചാൽ മതി. നമ്മുടെ ഒരു കുട്ടിയുടെ വികസനം ഫസ്റ്റ് ഹെഡ് ടു ഫൂട്ട് എന്ന് നടക്കുന്ന ഒരു പ്രോസസ് ആണ് എന്ത്, സെഫാലോകേഡൽ ട്രെൻഡ്. അത്രയും ക്ലിയർ ആണോ നിങ്ങൾക്ക് സെഫാലോകേഡൽ ട്രെൻഡ് എന്താണെന്ന്? ഓക്കെ ആണോ? പ്രോക്സിമോ ഡിസ്റ്റൽ ട്രെൻഡിലെ കുട്ടിയുടെ എന്ത് ടൈപ്പ് ഓഫ് വികസനമാണ് നടക്കുന്നത്? പ്രോക്സിമോ ഡിസ്റ്റലില് Spinal to hand, fingers. യെസ്, General to specific. അത്രയും പഠിച്ചാൽ നിങ്ങൾക്ക് ഇത് വലിയ തിയറീസ് ആണ്. ഇതിൽ ഒരുപാട് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് സൈക്കോളജിയിൽ വരുന്നത്. നിങ്ങൾക്ക് തിയറി എന്താണെന്ന് മാത്രമേ പഠിക്കാനുള്ളൂ, ആ പേരും അതേത് പ്രവർത്തനം എന്ന് മാത്രം നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ പേര് ഓർത്ത് വെക്കുക. പരീക്ഷകളിൽ ഇത് മിക്കതും കാണും. അപ്പൊ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് മാത്രമേ ക്വസ്റ്റ്യൻ വരുള്ളൂ. ഇപ്പൊ നമ്മൾ ചോദിക്കുന്നത് എന്താണ്, സെഫാലോകേഡൽ ട്രെൻഡ് ഏത് ഓർഗൻസുമായിട്ട് ഡെവലപ്ഡ് ആണ് അല്ലെങ്കിൽ ഏത് റിലേറ്റഡ് ആണ് എന്ന് മാത്രം ചോദിച്ചിട്ട് കുറെ ചിലപ്പോൾ ഓർഗൻസ് കൊടുക്കും. അതിൽ ഓപ്ഷൻ എ ഏതായിരിക്കും, വേറെ എന്തെങ്കിലും ആയിരിക്കും. ബിയിൽ എന്തുണ്ടാവും, ഹെഡ് ടു ഫൂട്ട് എന്നുണ്ടാകും. ഓക്കെ, അപ്പൊ അത് കണ്ട് ആൻസർ ചെയ്തൂടെ? ടീച്ചറെ എക്സാമേ ഓപ്ഷൻ ആണോ അല്ല അല്ലെങ്കിൽ ടിക്ക് ചെയ്യാനാണോ അല്ല? നമുക്ക് എക്സാം വരുമ്പോഴേ ഓപ്ഷൻസ് ടിക്ക് ചെയ്യാനാണോ അല്ലെങ്കിൽ എഴുത്താണോ അല്ല? നമ്മൾ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. ടീച്ചർ ഫസ്റ്റ് ചാപ്റ്റർ എടുത്തപ്പോ ഒരു നോട്ട് തന്നില്ലേ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റിന്റെ? അതിലെ ക്വസ്റ്റ്യൻസ് എല്ലാവരും കണ്ടല്ലേ നിങ്ങള്? ആ ക്വസ്റ്റ്യൻ കാണാത്ത ആരെങ്കിലും ഉണ്ടോ? കണ്ടു, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തു. നമ്മൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ മാത്രമല്ല ഇട്ടിരിക്കുന്നതില്. അതെ, മോക്ക് ടെസ്റ്റിലെ ഒരുപാട് ക്വസ്റ്റ്യൻസ്. എല്ലാ ക്വസ്റ്റ്യൻസും എങ്ങനെയായിരിക്കും, ഒബ്ജക്റ്റീവ് ആണ്. നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ അത് പറ്റില്ല അല്ലെ? നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട് എഴുതാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? കാര്യമല്ല, അതുകൊണ്ട് തന്നെയാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ്. MCQ ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ചോദ്യങ്ങൾ കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലാവാതെ തോന്നിയോ ക്വസ്റ്റ്യൻ കണ്ടിട്ട്? ഇല്ല, മനസ്സിലായൊന്നുമില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഏതാന്ന് വെച്ചാൽ ആൻസറിന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ടിക്ക് മാർക്ക് വരുന്നു, ഗ്രീൻ കളറിൽ മാർക്ക് വരുന്നു. അപ്പൊ ആൻസർ ശരിയാണ്. ആൻസർ തെറ്റിയിട്ടുണ്ടെങ്കിൽ എന്താണ്, റെഡ് കളറിൽ ഒരു ക്രോസ് ചിഹ്നം വരും. ഓക്കെ, താങ്ക് യു. യെസ്, ഇപ്പൊ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, മിസ് റിയ ഷാഫി കറക്റ്റ് ആണ് കേട്ടോ. നെർവസ് സിസ്റ്റം വേഴ്സസ് കൺട്രോൾസ്. നിങ്ങൾക്കിത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്ന് ഞാൻ പഠിപ്പിച്ചുതരാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല. സെഫാലോകേഡൽ ട്രെൻഡ്, പ്രോക്സിമോ ഡിസ്റ്റൽ ട്രെൻഡ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്നാണെങ്കിൽ നമുക്ക് പഠിക്കാം. അതൊക്കെ വലിയ തിയറീസ് ആണ്. നിങ്ങൾക്ക് പഠിക്കണോ? ഇൻട്രസ്റ്റഡ് ആണോ സൈക്കോളജി? നിങ്ങൾക്ക് സൈക്കോളജി ഇൻട്രസ്റ്റ് ആണോ? ഇൻട്രസ്റ്റഡ് ആണ്. ഓക്കെ, ഇനിയും തിയറികളൊക്കെ വന്നിട്ട് അപ്പൊ ഇരുന്ന് പഠിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ തിയറിയില് ഇതിലെ ഫസ്റ്റ് സെഫാലോകേഡലിലെ ഹെഡ് ടു ഫൂട്ട്, മറ്റേത് എന്താണ് പ്രോക്സിമോ ഡിസ്റ്റൽ എന്താണ്, നമ്മുടെ മധ്യഭാഗത്താണ്, സെന്റർ ലൈൻ ഓഫ് ദ ബോഡിയിൽ നിന്നും താഴേക്കാണ് വികസനം സംഭവിക്കുന്നത്. ഔട്ടർ പാർട്സ് ഓഫ് ദ ബോഡിയിലേക്ക് വികസനം സംഭവിക്കുന്നു. അത്രയും ബേസിക് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായോ? സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അങ്ങ് ചോദിച്ചു പോവാട്ടോ. ഇപ്പൊ സെഫാലോകേഡലിലെ കുട്ടിയിൽ വികസനം സംഭവിക്കുന്നത് ഏത് ഭാഗത്താണ് ആദ്യം? ഹെഡ് ടു ഫൂട്ട്. ഇങ്ങനെ നമ്മുടെ സെൻട്രൽ ലൈൻ ഓഫ് ദ ബോഡിയിൽ നടക്കുന്ന കോർഡിനേഷൻസ് ഏത് പ്രവർത്തനമാണ്? പ്രോക്സിമോ ഡിസ്റ്റൽ ട്രെൻഡ്. അങ്ങനെ ഇങ്ങനെയൊക്കെ മാറി ചോദിക്കാം. അപ്പൊ ചിലപ്പോ ബാക്കിയുള്ളതൊക്കെ ആയിരിക്കും നമ്മുടെ ഓപ്ഷൻ തരുന്നത്. ചിലപ്പോൾ ലാർജ് ടു സ്മോൾ ട്രെൻഡ് തരും, മാസ് ടു സ്പെസിഫിക് ട്രെൻഡ് എന്നൊക്കെ തരും. പക്ഷെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഓർത്ത് നിങ്ങൾ ആരും പേടിക്കണ്ട, എന്തായാലും ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും.
രണ്ടിൽ നിന്നും എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഒരു ക്വസ്റ്റ്യൻ അല്ല, 2-3 പ്രാവശ്യമൊക്കെ മാറ്റി മറിച്ചൊക്കെ ചോദിക്കും. പക്ഷെ ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അതൊന്നും ആരും പേടിക്കണ്ട. പിന്നെ എന്തെങ്കിലും ഉള്ളിലാണില്ലേ പറഞ്ഞു തരില്ലേ? ഓക്കെ. ഇനി നിങ്ങൾക്കറിയാമോ നമ്മുടെ ബ്രെയിനിന് 2 രീതിയിലുള്ള ഡയറക്ഷൻസ് ഉണ്ട്. നമ്മുടെ ബ്രെയിൻ, നമ്മുടെ ബുദ്ധി അല്ലെങ്കിൽ 2 ഡയറക്ഷൻസ് ഉണ്ട്. അതറിയാമോ നമുക്ക്? ഇടതും വലതും. യെസ്, വെരി ഗുഡ്. റൈറ്റ് ഹെമിസ്ഫിയർ ഉണ്ട്, ലെഫ്റ്റ് ഹെമിസ്ഫിയർ ഉണ്ട് നമുക്ക്, അല്ലെ? അതായത് റൈറ്റ് മസിൽസ് ഉള്ളവരാണെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. വ്യത്യാസം മീൻസ് എന്താണ്? അവരുടെ ആക്ടിവിറ്റീസ് ഡിഫറെന്റ് ആണ്. അതേപോലെ തന്നെയാണ് എന്ത് ലെഫ്റ്റ് ബ്രെയിൻ ഉള്ളവർക്ക്. അതായത് നമുക്ക് 2 ബ്രെയിനിലാണ് നമുക്ക് എന്ത് നടക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ ഇൻഡിവിജ്വൽ പേഴ്സൺസിന് എന്താണ്, ഓരോ ഇൻഡിവിജ്വൽ പേഴ്സൺസിനും ഇപ്പൊ എനിക്ക് ലെഫ്റ്റ് ബ്രെയിൻ ആണെങ്കിൽ നിങ്ങൾക്ക് റസ്മിനക്ക് ചിലപ്പോ റൈറ്റ് ബ്രെയിൻ ആയിരിക്കുള്ളൂ. അപ്പൊ റസ്മിനക്ക് മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ഇഷ്ടമാണോ? മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇഷ്ടമാണോ? ഞാൻ BSc മാത്തമാറ്റിക്സ് ആണ്. വെരി ഗുഡ്. BSc മാത്തമാറ്റിക്സ് ആണ്. അപ്പൊ ബ്രെയിൻ ആണെന്ന് അറിയാമോ? അറിയില്ല മാം. ഏത് ബ്രെയിൻ ആണെന്ന് അറിയില്ല? ലെഫ്റ്റ് ബ്രെയിൻ ആണ് റസ്മിനക്കുള്ളത്. അതായത് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ്, ലോജിക്കൽ റീസണിങ്, പിന്നെന്താണ് ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റുന്നതൊക്കെ എന്തുകൊണ്ടാണ്? റസ്മിനയുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് ലെഫ്റ്റ് ഡയറക്ഷനിലാണ്, ലെഫ്റ്റ് ഡയറക്ഷൻസിലാണ്. ഇനി അതേപോലെ തന്നെ പസിൽസ് ഒക്കെ ചെയ്യാനായിട്ട് ഇഷ്ടമല്ലേ റസ്മിനക്ക്? പസിൽസ്, ലാംഗ്വേജ് ബേസ്ഡ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. പിന്നെ ഒരു കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതിനൊക്കെ ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നതിനൊക്കെ കുറച്ച് എന്താ പറയാ, വളരെ നല്ല രീതിയിൽ റസ്മിനക്ക് അത് കാൽക്കുലേഷൻ ഉണ്ടായിരിക്കും. ഇപ്പൊ എന്ത് കാര്യം മാത്സ് മാത്രമല്ല, എന്ത് കാര്യമാണെങ്കിലും ഒരു പ്ലാനിങ്ങോട് കൂടി ചെയ്യാനായിട്ടുള്ള ആ ഒരു ടൈപ്പ് ഓഫ് മൈൻഡ് ആണ്, ആ ഒരു ടൈപ്പ് ഓഫ് ബ്രെയിൻ കപ്പാസിറ്റി ആണ് ലെഫ്റ്റ് ബ്രെയിൻ കപ്പാസിറ്റി ഉള്ളവർക്കുള്ളത്. ഇനി ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ക്ലാസ്സിൽ കവിത എഴുതുന്ന ആരൊക്കെയാണ്? കവിത എഴുതാറുണ്ടോ? പാട്ട് എഴുതാറുണ്ട്. നിങ്ങൾക്ക് ഏത് തരം ബ്രെയിൻ ആയിരിക്കും? റൈറ്റ് ബ്രെയിൻ ആണ് നിങ്ങൾക്കുള്ളത് അല്ലെ? റൈറ്റ് സൈഡ് ഓഫ് ബ്രെയിൻ ആണ്. അതായത് നിങ്ങളുടെ റൈറ്റ് ബ്രെയിൻ അസോസിയേറ്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ, നിങ്ങൾക്ക് ഭാവനാത്മകമായി ചിന്തിക്കാൻ പറ്റുന്നു, ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു. പിന്നെ എന്താണ്? വിഷ്വൽ പ്രോസസ്സിങ്. ഒരു കാര്യമൊക്കെ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പൊ പുറത്തൊക്കെ പോയ ഒരു പിക്ചറൊക്കെ കണ്ടു കഴിഞ്ഞാൽ, ഒരു പ്രകൃതിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് ആസ്വദിക്കാനുള്ള ഒരു കപ്പാസിറ്റി, അല്ലെങ്കിൽ അതിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് അത് നമുക്കൊരു എന്താ പറയാ നല്ല ഹാപ്പിനെസ്സോടുകൂടി അതിനെ വീക്ഷിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവും. പിന്നെന്താണ്? എനിക്ക് കുറെ ഇൻറ്റ്യൂഷൻസ് ഉണ്ടാവും, അങ്ങനെ നടക്കാം, ഇങ്ങനെ നടക്കാം എന്നൊക്കെ ഉള്ള ഒരു പ്രഡിക്റ്റേഷൻ, അങ്ങനത്തെ ഒക്കെ മൈൻഡ് ഉള്ളവരാണ് ആര്? റൈറ്റ് ബ്രെയിൻ കപ്പാസിറ്റി ഉള്ളവര്. അതുപോലെ ആർട്ടിസ്റ്റ് ആയിരിക്കുള്ളൂ, എന്തെങ്കിലും തരത്തിൽ കലാപരമായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കും. പിന്നെ എന്താണ്? ഇമോഷണൽ റിഫ്ലക്ഷൻ, കുറെ ഇമോഷണലി ആയിരിക്കും നിങ്ങൾക്ക്. കുറെ എന്താണ് ലെഫ്റ്റ് ബ്രെയിൻ വർക്ക് ചെയ്യുന്ന പോലെയല്ല, നിങ്ങൾ ഇമോഷണലി എങ്ങനെയായിരിക്കും? വീക്ക് ആയിരിക്കോ സ്റ്റേബിൾ ആയിരിക്കോ? വീക്ക് ആയിരിക്കോ സ്റ്റേബിൾ ആയിരിക്കോ? വീക്ക് അല്ല, വീക്ക് ആണെന്നാണോ നിങ്ങൾ തോന്നുന്നത്? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരാണ്? റൈറ്റ് ബ്രെയിൻ ഉള്ള ആൾക്കാരാണ് ഈ റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? മറ്റേത് ലെഫ്റ്റ് ബ്രെയിൻ പറഞ്ഞപ്പോ റസ്മിനെ മാത്രമേ പറഞ്ഞോളൂ. മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാവർക്കും ഉണ്ടായിരിക്കും കേട്ടോ. പക്ഷെ മറ്റു കുട്ടികൾ എന്താണ്? റൈറ്റ് ബ്രെയിൻ ഉള്ളവരാണ്. അവർക്കാണ് ഇമാജിനേഷൻ, ആർട്ടിസ്റ്റിക് ടാലന്റ് ഒക്കെ ഉള്ളവര്. അവർ അങ്ങനെയുള്ളവർക്ക് ഇമോഷൻസ് സ്റ്റേബിൾ ആയിരിക്കുള്ളൂ. മറ്റവരെന്താണ്? റസ്മിനൊക്കെ പെട്ടെന്ന് വിഷമം വരാറുണ്ടോ? റസ്മിന പെട്ടെന്ന് ടെൻഷൻ വരും, നെർവസ് ആവും. അതെ, മറ്റുള്ളവർ അങ്ങനെയല്ല. അവർക്ക് റൈറ്റ് ബ്രെയിൻ ഉള്ളവർക്ക് കുറച്ചും കൂടി ഇമോഷൻസ് സ്റ്റേബിൾ ആണ്. ഇത് പറഞ്ഞ എന്തുകൊണ്ടാണ്? നമ്മളിനടുത്ത് പഠിക്കാൻ പോണത് അതാണ് കേട്ടോ. ബൈലാറ്റർ ടു യൂണിലാറ്റർ. അപ്പൊ ഈ ലെഫ്റ്റും റൈറ്റും ഒരാൾക്ക് വർക്ക് ആവില്ല? ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ് മാത്രമേ ആവുള്ളൂ? കൂടുതൽ പ്രവർത്തനങ്ങൾ ലെഫ്റ്റിന്റെ ആയിരിക്കുള്ളൂ. മറ്റു ചിന്തിക്കാനും ഇല്ല. നിങ്ങൾക്ക് ചിന്തിക്കാനും പറ്റും, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും, റൈറ്റ് ബ്രെയിൻ ചെയ്യുന്നത് പോലെ ചെയ്യാൻ പറ്റും. പക്ഷെ ഏറ്റവും സ്പെസിഫിക് ആയിട്ട് ചെയ്യുന്ന എന്തിനായിരിക്കും? നിങ്ങള് ലെഫ്റ്റിലായിരിക്കും. ലെഫ്റ്റ് ബ്രെയിൻ മാത്രമായിരിക്കുള്ളൂ. അത് അങ്ങനെയാണ് നമ്മളുടെ
നമ്മുടെ ബ്രെയിൻ അതാണ് 2 തലങ്ങളുണ്ട്. 2 തലങ്ങളിൽ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ പ്രവർത്തനമാണ് ഏറ്റവും കൂടുതൽ ഫങ്ഷൻസ്, ഏറ്റവും കൂടുതൽ പ്രവർത്തനക്ഷമമാവുള്ളൂ. മറ്റുള്ളതിൽ എന്തായിരിക്കും, മറ്റു പ്രവർത്തനം ഉണ്ടായിരിക്കും, പക്ഷെ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ബ്രെയിൻ ഏതിനെയാണോ കോർഡിനേറ്റ് ചെയ്യുന്നത് മാത്രമായിരിക്കും കാണിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ചില കുട്ടികൾ മാത്സിൽ വീക്ക് ആവുന്ന കുട്ടികളെ കണ്ടിട്ടില്ലേ നിങ്ങള്? മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് അറിയാത്തവര്, അതായത് പ്രോബ്ലംസ്, കുറെ പിള്ളേർക്ക് മാത്സ് എല്ലാവർക്കും ടഫാണ് അല്ലെ? ഒട്ടും ചെയ്യാൻ പറ്റാത്തവർക്ക് എന്താണ്, ഒരിക്കലും ആ ഒരു ലെഫ്റ്റ് ബ്രെയിനിന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നില്ല. ഓക്കെ, അത് ഇന്റലിജൻസ് ബേസ്ഡ് ആയിട്ടാണ്. നമ്മുടെ ഇന്റലിജൻസ് കപ്പാസിറ്റി അനുസരിച്ചിട്ടും നമുക്ക് എന്താണ് ഓരോ ഇന്റലിജൻസ്, ഇപ്പൊ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ഉള്ളവർക്ക് മാത്രമേ ഇപ്പൊ റെസിനയ്ക്ക് മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ആണ് ഉള്ളത്. മറ്റു കുട്ടികൾക്ക് എന്താണ്, മറ്റു കുട്ടികൾ പറഞ്ഞവർക്ക് എന്താണ് ആർട്ടിസ്റ്റിക് ഇന്റലിജൻസ് ആണ് ഉള്ളത്, ഇമാജിനേഷൻ ഇന്റലിജൻസ് ആണ് ഉള്ളത്. അതുകൊണ്ടാണ് നിങ്ങളുടെ ആക്ടിവിറ്റീസ് ഒക്കെ അങ്ങനെ നടക്കുന്നത്. അല്ലാതെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി, ഇപ്പൊ എല്ലാവരും പറയില്ലേ അവൻ അതില്ല ഇതില്ല ഇതൊന്നും ചെയ്യാൻ അറിയില്ല അതില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇന്റലിജൻസ് ബേസ് നമ്മൾ എങ്ങനെയാണ്, നമ്മുടെ ബ്രെയിൻ ബേസ് നമ്മൾ എങ്ങനെയാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയായിരിക്കുന്നത്. അല്ലാതെ ഇതൊന്നും നമ്മുടെ സ്വഭാവമായിട്ട് ഡിപ്പെൻഡഡ് അല്ല, അല്ലെ? ആദ്യം നമ്മൾ മനസ്സിലാക്കാം. ഓക്കെ, പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ആൾക്കാർ പറയും അവൻ പഠിക്കാത്തവനാണ്, ബുദ്ധിയില്ല, അതില്ല. പക്ഷെ നമ്മുടെ ബ്രെയിൻസ് ഡെവലപ്മെന്റ്സ്, നമ്മുടെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ അനുസരിച്ചിട്ടാണ് നമുക്ക് പുറമെയുള്ള ആക്ടിവിറ്റീസ് വരുള്ളൂ. ഓക്കെ, പക്ഷെ ഒരാളും മണ്ടനോ പൊട്ടനോ ഒന്നുമില്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ക്വാളിറ്റീസ്, സ്കിൽസ്, ടാലൻസ് ഒക്കെ ഉണ്ട്. അത് നമ്മുടെ ഡെവലപ്മെന്റ്സിനനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ വ്യത്യാസങ്ങൾ അനുസരിച്ചിട്ടായിരിക്കും. ഇപ്പോ നമ്മൾ ജീനിയസ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടിട്ടില്ലേ? ജീനിയസ് ആയിട്ടുള്ള ആൾക്കാരെ, അവരുടെ ഐക്യു എന്ന് പറഞ്ഞാൽ എന്താണ്, 140 മേലെ ഐക്യു ആയിരിക്കും. അതായത് ബ്രില്യന്റ് ആണ്, ക്രിയേറ്റീവ് തിങ്കേഴ്സ് ആണ് അവര്, അല്ലെ? വളരെയധികം എന്താണ് ടാലന്റഡ് ആയിട്ട് ചിന്തിക്കാൻ, അത് അവരുടെ കപ്പാസിറ്റി അങ്ങനെ ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. നമ്മളൊന്നല്ല, ഇതൊക്കെ ദൈവം സൃഷ്ടിച്ചതാണ്, അല്ലെ? ഓക്കെ, പക്ഷെ നമ്മൾ തിയറീസിലൂടെ ഇതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു, നമ്മൾ ഇതൊക്കെ തിരിച്ചറിയാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ ഇതിന്റെ പുറകെയുള്ള ബേസിക് ആയിട്ടുള്ള വശങ്ങൾ എന്ന് പറയുന്നത് ഇതാണ്. അല്ലാതെ ആരും മണ്ടനും പൊട്ടനും ഒന്നുമല്ല. എല്ലാവരുടെ ഉള്ളിലുള്ള ഡെവലപ്മെന്റ്സിനനുസരിച്ച് മാത്രമേ നമ്മുടെ പുറത്തേക്ക് വരുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? ഇപ്പൊ ഒരു കാര്യം പറഞ്ഞില്ലേ, ഈ ഇടത് കൈ കൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് രണ്ട് ബ്രെയിനും ഒരുപോലെ വർക്ക് ചെയ്യുന്നത് കൊണ്ടാന്നൊരു അങ്ങനെ ഇത് കേട്ടിട്ടുണ്ട്. അത് കറക്റ്റ് ആണോ? അതെ അതെ, അതും ഇതേപോലെ തന്നെ നമ്മുടെ ഈ സെയിം ടൈപ്പ്. ലക്ഷ്മിയുടെ ഏത് കൈയാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് പ്രവർത്തിക്കുന്നത്? എനിക്ക് വലത് കൈയാണ്. വലത് കൈയാണ്. ലെഫ്റ്റ് ഹെമിസ്ഫിയർ ഉള്ളവരുടെ എല്ലാം വലതാണ്. റൈറ്റ് ഉള്ളവർക്ക് എപ്പോഴും ഇടതുവശം അടിക്കണം. പക്ഷെ നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കറെ കണ്ടിട്ടില്ല, അദ്ദേഹത്തിന്റെ ഏത് കൈയാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത്, ക്രിക്കറ്റ് ചെയ്യുന്നത്? സച്ചിൻ ടെണ്ടുൽക്കർ ലെഫ്റ്റ് ഹാൻഡർ ആണ്, അല്ലെ? ലെഫ്റ്റ് ഹാൻഡർ ആണ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ ലെഫ്റ്റ് കൈക്ക് നമ്മൾ അധികം പ്രവർത്തനങ്ങൾ കൊടുക്കാറില്ല, അല്ലെ? കൊടുക്കാറുണ്ടോ? നമ്മൾ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന ഏത് കൈ വെച്ചിട്ടാണ്? റൈറ്റിനാണ് കൊടുക്കുന്നത്. റൈറ്റിനാണ്. വേസ്റ്റ് കളയാൻ പോലും റൈറ്റ് ഹാൻഡ് ഉപയോഗിക്കണം ഞാനൊക്കെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മള് ഓരോരുത്തരിലും വ്യത്യസ്തതയുണ്ട് എന്ന് പറയാറില്ല, നമ്മൾ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറയാറില്ലേ? പക്ഷെ 2 കൈകളും ഒരേപോലെ പ്രവർത്തിക്കാൻ പറ്റുന്നവരുണ്ടാവും, അല്ലെ? ഒരേപോലെ മൂവ് ചെയ്യുന്നവരുണ്ടാവും. എനിക്കൊക്കെ ഈ ഒരു കൈ മാത്രമേ പറ്റുള്ളൂ, ഇതുകൊണ്ട് അധികം പ്രവർത്തനമൊന്നും നടക്കില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ്? എനിക്ക് ഇല്ലില്ല, ഇടത് കൈ ഉള്ളത് മറന്നു പോകും, അതിനെ കൂടെ ഒന്നും ചെയ്യില്ല. നിങ്ങളൊരു കൈ ഉണ്ടെന്ന് പോലെ ഓർക്കാറില്ല, അല്ലെ? പക്ഷെ നമുക്ക് എന്തുകൊണ്ടാണ് നമ്മൾ ഈ കൈകൾ കൊണ്ട് പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് ഇതിന്റെ മസിൽ മൂവ്മെന്റ്സ് നല്ല രീതിയിൽ നടക്കാത്തത്. ഇതുകൊണ്ട് കൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ എന്താണ്, ഇതേ കൈ പോലെ തന്നെ ഇത് പ്രവർത്തിക്കുന്നത്. ഇവിടെ എന്താണ്, ഇവിടെ എക്സ്പീരിയൻസ്ഡ് ആയി, റൈറ്റ് ഹാൻഡിന് എക്സ്പീരിയൻസ് ഉണ്ട്, എല്ലാം ചെയ്ത് റൈറ്റ് ഹാൻഡ് എക്സ്പീരിയൻസ്ഡ് ആയി. പക്ഷെ ലെഫ്റ്റിനെ കൊണ്ട് നമ്മളൊന്നും ചെയ്യിപ്പിക്കുന്നില്ല. ഇപ്പൊ നമ്മള് ആൺകുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കില്ല എന്ന് പറയില്ലേ ചില അമ്മമാര്? ആൺകുട്ടികളോട് പണിയെടുപ്പിക്കില്ല. എക്സ്പീരിയൻസ് ഇല്ലാണ്ടാവുമ്പോ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോ എന്താണ്, അവൻ എക്സ്പീരിയൻസ് കൊടുക്കാത്തതുകൊണ്ട് ഭാര്യനെ സഹായിക്കണം ഒന്നും അറിയില്ല. അറ്റ്ലീസ്റ്റ് ഒരു ചായ ഉണ്ടാക്കാനോ തുണി മടക്കി കൊടുക്കാനോ ഒരു ഗ്ലാസ് എടുത്ത് കഴുകി വെക്കാൻ പോലും അറിയില്ല. എന്തുകൊണ്ടാണ്? അവൻ എക്സ്പീരിയൻസ് നമ്മൾ കൊടുത്തില്ല, അല്ലെ? അവനെ കൊണ്ട് മൂവ് ചെയ്യിപ്പിച്ചിട്ടില്ല. അത് തന്നെയാണ് ഈ കൈയിന്റെ അവസ്ഥ. നമ്മൾ ഇതിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാറുണ്ടോ? എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഇവിടേക്ക് എടുത്ത് വെക്കും. ചെയ്യുന്നുണ്ട്, സബ് കോൺഷ്യസ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളല്ലാതെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇതിനൊന്നും ചെയ്യിക്കില്ല. അതന്നെ. അപ്പൊ മനഃപൂർവ്വം ഒഴിവാക്കപ്പെടുന്ന ഒരു അവയവമാണ് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് എന്ന് പറയുന്നത്. പക്ഷെ 2 കൈകളും നമുക്ക് വേണം, അല്ലെ? കൈകളില്ലാത്തവരുടെ ബുദ്ധിമുട്ട് അവർക്കറിയാം. 2 കൈകളും നമുക്ക് അത്യാവശ്യമാണ്. യെസ്, ഞാൻ ടീച്ചർ വന്നിട്ട് വൈൻഡപ്പ് ചെയ്തോട്ടെ, ഒരു എമർജൻസി ഉണ്ട്. ഓക്കെ,
ഓക്കെ, ഇപ്പൊ സൈൻ ഔട്ട് ഒന്നും വേണ്ട. സൈൻ ഔട്ട് ഒന്നും വേണ്ട. ആരെങ്കിലും റെഡി ആയിരുന്നോ? സൈനോട്ടിന് സൈനായിട്ട് പാടിയത്. സൈൻ ഔട്ട് എന്താ മനസ്സിലായില്ല? സൈനോട്ടിന് ഞാൻ ചെയ്യാനിരുന്നത്, സൈൻ ഓഫ് ഞാൻ ചെയ്യാനിരുന്നത്. ഇന്നലെ സുനി നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? ഇന്നലെ ക്ലാസ്സിലുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഇന്നലെ ഞാനല്ല മറ്റേ ഓൾ മക്ഡോണൽ പാടിയത്, ഞാനാ പാടിയത്, സൈൻ ഇൻ പാടിയത്. ഇല്ല, ഒന്നും പ്രോഗ്രാംസ് ഒന്നും ഇല്ല. ഇനി വൈൻഡപ്പ് ചെയ്യാം. ശരി. താങ്ക് യു മാം. ഒരു കാര്യം, നിങ്ങൾക്ക് സെപ്പാലോ അക്കാഡമിന്റെയും പ്രോക്സിമോ ഡിസ്റ്റൻസിന്റെ എക്സ്ട്രാ നോട്ട് വേണോ? നിങ്ങൾക്ക് എക്സ്ട്രാ നോട്ട് വേണോ? ഉണ്ടെങ്കിൽ അത് ഇട്ടേക്കാം കേട്ടോ. ഇട്ടേക്കാം. മോക്ക് ടെസ്റ്റിനൊപ്പം അതും കൂടി എന്താണെന്നുള്ളത് ഇട്ടേക്കാം. ഓക്കെ. യെസ്. താങ്ക് യു മാം. ഓക്കെ. താങ്ക് യു. അടുത്ത മൺഡേ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് മൺഡേ. താങ്ക് യു മാം. Ma'am,